ഹരേ കൃഷ്ണ. ജയ് ജഗന്നാഥ്. ജയ് ജഗന്നാഥ്. ജയ് ജഗന്നാഥ്. ജയ് ജഗന്നാഥ് സ്വാമി. ജയ് ജഗന്നാഥ്. ഇന്ന് ജഗന്നാഥ് സ്വാമിയുടെയും സുഭദ്രാദേവിയുടെയും ബലഭദ്രസ്വാമിയുടെയും രഥയാത്രയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. വലിയ പുണ്യമാണ് കേട്ടോ ആ ജഗന്നാഥ രഥയാത്രയിൽ പങ്കെടുക്കുന്നത്. പുരിയിൽ നടക്കുന്ന ആ രഥയാത്ര ഇപ്പോൾ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. നമ്മൾക്ക് അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല. ആ ഭഗവാന്റെ രഥയാത്രയുടെ ചക്രം മുതൽ ആ കൊടി വരെ ഒന്ന് നമ്മൾ നോക്കിയാൽ തന്നെ നമ്മൾക്ക് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് പോവാന്നാ പറയുന്നത്. അപ്പോ ആ രഥം വലിക്കാൻ ആ കയറിലൊന്ന് പിടിച്ചിട്ട് ആ ഭഗവാൻ നാട് കാണാൻ ഇറങ്ങുമ്പോൾ ആ യാത്രയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചാൽ പിന്നെ പറയണോ, അതിനെല്ലാം ഉള്ള ഭാഗ്യം ലഭിച്ചു. എത്ര ഭക്തജനങ്ങളാ വന്നിട്ടുള്ളത്. എല്ലാവരും ഭഗവാനെ ആ രഥയാത്രയിൽ പങ്കെടുത്തു. സന്തോഷായിട്ട് നാമം ജപിച്ച് നൃത്തം ചവിട്ടി ആ ഭഗവാൻ അങ്ങനെ വൃന്ദാവനത്തേക്ക് പോവാണ്. അതാണ് ആ രഥയാത്രയെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് വ്രജവാസികളെ കാണാൻ പോകുന്നത് പോലെ അങ്ങനെ പോകുന്ന സമയത്ത് ധാരാളം വീടുകളൊക്കെ ഉണ്ട് ആ വഴി. ആ വീടുകളിലൊക്കെ ഉള്ളവർ ഭഗവാനെ സ്വീകരിക്കാൻ വിളക്ക് തെളിയിച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഭഗവാന് സമർപ്പിക്കുന്നു. ഓരോ വീട്ടിലുള്ളവരും ആ ഭക്തിയോടെ ഈ ജഗന്നാഥ ദേവന്റെ വരവും കാത്ത് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഭഗവാന്റെ ആ രഥമൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ നൃത്തം ചെയ്തു, പാട്ടുകൾ പാടി, ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം ചൊല്ലി അങ്ങനെ സന്തോഷമായിട്ട് ആ രഥയാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇനി അടുത്ത കൊല്ലം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഭക്തരൊക്കെ ആ രഥയാത്രയിൽ പങ്കെടുക്കണം. അതിനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് നമ്മൾ പാഴാക്കരുത്. തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം. വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഭഗവാന്റെ ആ ജഗന്നാഥന്റെ മഹാപ്രസാദമൊക്കെ കഴിച്ചിട്ട് ഭക്തർക്ക് സന്തോഷമായിട്ട് മടങ്ങാം. ആ ഭഗവാന്റെ ഉത്കണ്ഠയില്ലാത്ത ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ നമ്മളെ സ്വീകരിക്കും. അതുപോലെ നമുക്ക് ഒരു പുനർജന്മം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. ഭഗവാന്റെ ലോകത്തേക്ക് എത്താം. വീണ്ടും ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുനർജന്മേ ഉണ്ടാവില്ല. ആ ഭഗവാന്റെ രഥയാത്രയ്ക്ക് അത്രയ്ക്കും അത്ഭുത സിദ്ധിയാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. ജയ് ജഗന്നാഥ്.